السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വവിധ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാഅത്ത് നൽകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം എല്ലാവരും മുഅ്മിനീങ്ങളാണ്. ഈ ലോകത്ത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ. ആ ഈമാനുള്ള മുഅ്മിനീങ്ങൾ വലിയ അന്തസ്സുള്ളവരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലില്ലാഹിൽ അസ്സത്തി വലിറസൂലിഹി വലില്ലാഹിൽ അസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് അന്തസ്സ്, അവിടുത്തെ പ്രവാചകനാണ് അന്തസ്സ്, മുഅ്മിനീങ്ങൾക്കാണ് അന്തസ്സ്. അപ്പൊ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് വലിയ അന്തസ്സും അഭിമാനവും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സ്ഥിരപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും ലോകത്തിന്റെ വിവിധ ദിക്കുകളിലും മാറ്റി നിർത്തപ്പെടുകയും അപമതിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അങ്ങനെ നിരന്തരം പല പ്രയാസങ്ങളും മുഅ്മിനീങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നാം കണ്ടെത്തുകയും വേണ്ട ചികിത്സകൾ നാം നടത്തുകയും വേണം. പഴയകാലത്തൊക്കെ ഒരു മുഅ്മിൻ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം താമസിക്കുന്നിടത്തും അവർ നിലകൊള്ളുന്നിടത്തും എല്ലാവരാലും അവർക്ക് ഒരു പരിഗണന ഉണ്ടായിരുന്നു, ഒരു ആക്സെപ്റ്റൻസ്, ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എത്രത്തോളം അതുണ്ട് എന്ന് നമുക്ക് സമകാലികമായ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ ബോധ്യപ്പെടുന്നതാണ്. പലപ്പോഴും മുസ്ലിങ്ങൾ അവമതിക്കപ്പെടുന്നു, അവരെ ഭീകരവാദികളായി മുദ്രകുത്തപ്പെടുന്നു, തീവ്രവാദികളായി ചിത്രീകരിക്കപ്പെടുന്നു. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ നൽകുന്ന മതവിദ്യാഭ്യാസങ്ങൾ വരെ, അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വരെ മറ്റു പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നൽകി സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാത്ത ചർച്ചകൾ കൊണ്ടുവന്ന് പലപ്പോഴും മുസ്ലിങ്ങൾക്ക് പോറലേൽപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ ഒരു ഹദീസ്, ആ ഹദീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അവിടുന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു, യൂശികുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ ഖസ്അതിഹാ. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ മുഴുവനും ഒരു ഭക്ഷണത്തളികയിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം വിളമ്പിയാൽ അതിന് ചുറ്റുമിരുന്ന ആളുകൾ അതിലേക്ക് കൈനീട്ടുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ മേൽ കൈവെക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇതല്ലേ നമ്മൾ കാണുന്നത്. എല്ലായിടത്തും മുസ്ലിങ്ങൾ എല്ലായിടത്തെല്ലാം വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ നമ്മുടെ സമൂഹത്തോട് ചേർത്ത് നിൽക്കാത്തവരാണ്, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ്, ചേർത്ത് നിർത്താൻ പറ്റാത്തവരാണ് എന്ന വിധത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന കാഴ്ച ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഹദീസ് നമ്മൾ വായിക്കേണ്ടത്. നബി തങ്ങൾ പറയാണ്, അങ്ങനെ ഒരു കാലം വരും, അങ്ങനെ നിങ്ങൾക്കൊരു കാലം വരും, എവിടെ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കരങ്ങൾ, നിങ്ങളെ ആക്രമിക്കുന്ന കരങ്ങൾ, ബലിഷ്ഠമായ കരങ്ങൾ വരുമെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ കൂട്ടത്തിലുള്ള സ്വഹാബി ചോദിക്കുകയാണ്, ഖാല ഖായിലും വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ അംഗസംഖ്യയിൽ കുറവായി പോയതിന്റെ പേരിലാണോ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്? ഞങ്ങൾ അംഗസംഖ്യ കുറഞ്ഞു പോയതിന്റെ പേരിലാണോ നബിയെ ഇങ്ങനെ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ല, ബൽ അൻതും യൗമഇദിൻ കസീർ. അന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാകും, നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാവും, കുറെ ആളുകൾ ഉണ്ടാവും. ആളുകൾ കുറഞ്ഞതിന്റെ പേരിലൊന്നുമല്ല,
നമ്മൾ നോക്കി ലോക ജനസംഖ്യ എടുത്തു നോക്കിയാൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന കണക്കനുസരിച്ച് നേരത്തെ എടുത്തു വെച്ചതാണെങ്കിലും റീസെന്റ് ആയി ഇപ്പോൾ എടുക്കപ്പെട്ട കണക്കല്ലെങ്കിൽ പോലും 8.2 ബില്യൺ ആണ് ലോക ജനസംഖ്യ ഉള്ളത്. എന്ന് പറഞ്ഞാൽ 820 കോടി ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത്. അതിൽ 200-ലധികം വരുന്ന കോടി ജനങ്ങൾ മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 25% കഴിഞ്ഞു മുസ്ലിങ്ങൾ. ലോകത്തെ 4 ആളുകൾ എടുക്കുകയാണെങ്കിൽ അതിലൊരാൾ മുസ്ലിമാണ്. അപ്പൊ നമ്മൾ എത്രയുണ്ട്? ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രീസുകളിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ, പാശ്ചാത്യ ലോകത്തൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന അതിശീഘ്രം വളർച്ച മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന പ്രസ്ഥാനമാണ്. നമ്മൾ കുറവൊന്നുമല്ല. വിധങ്ങൾ പറയാണ് വളരെയധികം നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടേണ്ട ഹദീസ്. ഹബീബായ തങ്ങൾ പറയാണ്, വഅൻതും കസീർ ബൽ അൻതും യൗമൈദിൻ കസീർ, അന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അംഗസംഖ്യയിലും ജനസംഖ്യയിലും നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും, കോടിക്കണക്കായ ആളുകൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ഏത് വിധേനയാകുമെന്നറിയോ? വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, അന്ന് നിങ്ങൾക്ക് കൈമോശം വന്നതാണ്. വലാകിന്നകും, പക്ഷേ നിങ്ങൾ ആരാണ്? ഗുസാഉൻ കഗുസാഇസ് സൈൽ, ജലപ്രളയത്തിലൂടെ ഒഴുകി നടക്കുന്ന ചണ്ടികളെ പോലെ നിങ്ങളായി മാറുമെന്ന് ത്വഹാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്നവരായി ഈ ഉമ്മത്ത് മാറും. അപ്പൊ പറഞ്ഞാൽ അങ്ങനെ പറയാണ് നല്ലത്. ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെ എന്താണ് ഇപ്പൊ വരുന്ന ട്രെൻഡ്, അതാണ് നമ്മളെ ദീന്. അങ്ങനെയായി മാറും. അല്ലാതെ ഹബീബായ തങ്ങൾ പറഞ്ഞതും ഖുർആൻ പറഞ്ഞതും ഫിഖ് പറഞ്ഞതും ഉസ്താദ് പറഞ്ഞതും അല്ല നമ്മളെ ദീന്. നമ്മളെ ദീൻ എന്താ? ട്രെൻഡ്. റീസെന്റ് ട്രെൻഡ് എന്താണ് അതിനനുസരിച്ച് നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ കൃത്യം ഒന്നും പറയാനില്ല, അല്ലെ? ഇതല്ല ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു അനാചാരം നമ്മുടെ നാട്ടിലുണ്ടായി, നമ്മുടെ വീട്ടിലുണ്ടായി, കല്യാണങ്ങളിലുണ്ടായ എന്താ അവിടെ എല്ലാരും പറയാം? എല്ലാരും പറയും എന്താ? ഇപ്പൊ കാലം മാറിയില്ലേ, കാലം മാറിയില്ലേ, ന്യൂജൻ തലമുറയല്ലേ, കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ നമ്മൾ കാണാതെ എന്നാണ് നമ്മുടെ ആളുകൾ. ചില ആളുകൾ പറയും അതൊക്കെ ഇപ്പൊ നോക്കിയിട്ട് ഇന്ന് ജീവിക്കാൻ കഴിയും, ഇന്നിപ്പോ എല്ലാം നോക്കിയിട്ട് ജീവിക്കാൻ കഴിയും, അല്ലെ? ഇന്നിപ്പോ എല്ലാം നോക്കിയിട്ട് ജീവിക്കാൻ കഴിയും. കാലം മാറിയതൊന്നും നമ്മൾ അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്? നമ്മളായിട്ട് ഇനിയിപ്പോ എന്തിനാണ് ഒരു മാറ്റം വരുത്തുന്നത്? എല്ലായിടത്തും അങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെ തുടങ്ങി നമ്മൾ ന്യായീകരണ തൊഴിലാളികളായി മാറി. ഏത് ഹറാമിനെയും നോർമലൈസ് ചെയ്യുന്നവരായി മാറി. ഏത് ഹറാമുണ്ടോ ഹറാം പഠിച്ചവപ്പെ ഹറാമാണല്ലോ, അതൊരാളോട് പ്രസംഗിച്ചല്ലോ, പറഞ്ഞല്ലോ, ഒന്ന് മാറ്റണം, മാറണം എന്ന ചിന്തയല്ല നമുക്കുള്ളത്. മറിച്ച് എന്താണ്? എല്ലാത്തിനെയും നോർമലൈസ് ചെയ്തിട്ട് അതിന് വ്യാഖ്യാനങ്ങൾ നൽകി ഒരു ന്യായീകരണ തൊഴിലാളികളായി നമ്മൾ മാറി. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് അടിയേൽക്കാനുള്ള കാരണം, നിങ്ങളിങ്ങനെ നിങ്ങളുടെ അന്തസ് പോകാനുള്ള കാരണം, നിങ്ങളെല്ലാവരും വലിച്ചു കീറാനുള്ള കാരണം നമ്മൾ ഓരോരുത്തരും അർത്ഥമറിഞ്ഞുകൊണ്ട് ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു വെക്കേണ്ട വാക്കാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. ഒലിച്ചുപോയി കൊണ്ടിരിക്കുകയാണ്, ഒഴുക്കിനെ അനുസരിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒഴുക്കിനെതിരെയാണ് നമ്മൾ നീന്തേണ്ടത്, ട്രെൻഡിനനുസരിച്ചല്ല നീങ്ങേണ്ടത്. ഇസ്ലാം എന്താണ് പറയുന്നത്, ഖുർആൻ എന്താണ് പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നത്, ഫിഖ് എന്താണ് പറയുന്നത്, ആലിമീങ്ങൾ എന്താണ് പറയുന്നത്, കിതാബിൽ എന്താണ് പറയുന്നത്, അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തേണ്ട നമ്മൾ പലപ്പോഴും ട്രെൻഡിനനുസരിച്ച് ജീവിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് അപജയം വരുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് നോക്ക്, നിങ്ങൾ ആരോടെങ്കിലും ഒരു നന്മ ഉപദേശിക്കാനോ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനോ നമുക്ക് പറയാൻ കഴിയും. നന്മ ഉപദേശിക്കുന്നവർ കുറഞ്ഞുപോയി. ഇന്നതൊന്നും പറയാൻ പറ്റാത്തവരായി. യഥാർത്ഥത്തിൽ ഈ ഉമ്മത്ത് ഔന്നത്യത്തിലാവാനുള്ള കാരണം തന്നെ ഖുർആൻ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമുദായമായി നിങ്ങൾ മാറാനുള്ള കാരണം എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. ഇന്നത് രണ്ടും കുറഞ്ഞു. ഇന്ന് വാഴത്തിന്റെ സദസ്സില്ലല്ലോ, ഉണ്ടോ? എവിടെ വാഴത്തിന്റെ സദസ്? ആർക്കാണവിടെ കേൾക്കാൻ? ആർക്കാണവിടെ കേൾക്കാനുള്ളത്? അല്ലേ? വാഴത്തിന്റെ സദസ്സില്ല. ഇനിയിപ്പോ ആകെ വാഴത്തിന്റെ സദസ് കിട്ടുന്നത് എവിടെയാണ്? അതൊരു വെള്ളിയാഴ്ചയിലാണ്, അല്ലേ?
പരമാവധി കിട്ടിയാൽ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച, കിട്ടിയവർക്കൊക്കെ കിട്ടുന്നത്, അങ്ങനെ പറയാം, കിട്ടിയവർക്കൊക്കെ കിട്ടുന്നത് ഒരു വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ് ഉസ്താദ് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു തിന്മക്കെതിരാണ് ഉസ്താദ് എന്ന് സംസാരിച്ചെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ എന്താ പറയുക, ഉസ്താദ് ഇതല്ല, അതിനൊന്നും സംസാരിക്കാനില്ല. കണ്ടില്ല, അപ്പുറത്തെ ഉസ്താദൊക്കെ ആധുനിക വിഷയങ്ങളാണ് പറയുന്നത്. മറ്റേ ഉസ്താദ് നൂഹ് നബിയുടെ ചരിത്രം എന്നാലും ഞാൻ അവിടെ കൂടിയപ്പോൾ നമ്മുടെ ഉസ്താദിന് ഇതൊന്നും അറിയില്ല, ഉസ്താദിന് പറയൂല അല്ലെ. നമ്മളെ അവസ്ഥ ഞാൻ പറഞ്ഞു, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ, മഹ്ശറിനെ കുറിച്ച് പറഞ്ഞാൽ ഇതൊക്കെ പഴഞ്ചൻ പ്രസംഗ. ഉസ്താദ് ഇപ്പോഴും വണ്ടി കയറിയിട്ടില്ല എന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഉസ്താദ് മാറി. ഉസ്താദ് അത്തരം വിഷയങ്ങളൊക്കെ ഉസ്താദ്മാരും എടുത്തു കളഞ്ഞു. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, ഗൗരവത്തോടെ ചിന്തിക്കണം. ഹബീബായ മുത്തുനബി പറയാൻ, നന്മ കൽപ്പിക്കുന്നവർ കുറഞ്ഞുപോയി, നന്മ കൽപ്പിക്കുന്നവർ കുറഞ്ഞുപോയി, നന്മ കൽപ്പിക്കുന്നവരില്ലാതെയായി പോയി. അതുപോലെ തന്നെ തിന്മ വിരോധിക്കുക എന്ന സിസ്റ്റം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തുപോയി. മുത്തുനബി എത്ര ഗൗരവത്തോടെയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി. ഒരു മനുഷ്യൻ ഒരു തിന്മ കണ്ടാൽ അയാൾക്ക് കൈകൊണ്ട് തടയാൻ കായബലമുണ്ട് എങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ അങ്ങനെ തടയാം. ഫഇല്ലം യസ്തതി', അതിന് സാധ്യമല്ലെങ്കിൽ ഫബിലിസാനിഹി, നാവുകൊണ്ട് തടയാം. ഫഇല്ലം യസ്തതി', അതിനും സാധ്യമല്ലെങ്കിൽ ഫബിഖൽബിഹി, അവൻ ആ തിന്മ നടക്കുന്നിടത്ത് നിന്ന് ഓടിപ്പോകണം, മനസ്സുകൊണ്ട് വെറുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞിട്ട് പറയാണ് അവസാനം, ഫദാലിക ളഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും താഴെ പടിയാണ്. അതിനുപോലും നാടുകളില്ല. കൂത്തരങ്ങുകളായി നമ്മളെ കല്യാണങ്ങൾക്ക് നടക്കുമ്പോൾ കുറേ ഹറാമുകളൊക്കെ നടക്കുമ്പോൾ എല്ലാം ഹറാമാണെന്ന് അറിയാം. എന്തായാലും നമ്മളവിടെ മുന്നിലെ സൗകര്യം ഒന്ന് പറയൂല. പറയുന്നവർ കുറഞ്ഞുപോയി, പറയുന്നവർ കുറഞ്ഞുപോയി. അവിടെ പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്, ഹിക്മത്തോടുകൂടെ പറയണം. അല്ലെങ്കിൽ ഒരു മാനസികമായ വെറുപ്പെങ്കിലും നമുക്ക് വേണം. ഇന്ന് ആരോടാണ് നമ്മൾ നന്മ കൽപ്പിക്കുന്നത്, തിന്മ വിരോധിക്കുന്നത്? 5ാം ക്ലാസ് കുട്ടികൾ കഴിഞ്ഞാൽ, ഒരു 6ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികളോട് വാപ്പയും ഉമ്മയും ഉപദേശിക്കാറുണ്ട്. ചില വാപ്പാരോട് ഉമ്മ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചില കുടുംബങ്ങൾ വന്ന് സംസാരിക്കും, ഉസ്താദ് അങ്ങനെയാണ്. ആ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ പിന്നെ ഉപദേശിക്കാൻ പാടില്ല എന്നാ ചില വാപ്പാരൊക്കെ. അവരൊക്കെ വലുതായി പോയില്ലേ ഉസ്താദ്, ഇനി എങ്ങനെ ഇപ്പൊ അവനോട് പറയാം? നമ്മുടെ വാപ്പയാണ്, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഉദാത്തമായ സംസ്കാരമായ ഒരു പെക്യുലാരിറ്റിയായി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും പറയുകയും ഖുർആൻ അത് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. എന്നാൽ ആളുകൾ പറഞ്ഞു, നന്മ കൽപ്പിക്കുന്നില്ല, തിന്മ വിരോധിക്കുന്നില്ല, അവന് വലുതായി പോയില്ലേ എന്നാണ്. അങ്ങനെ ഒരു കാലം വരുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, എന്താ ഉണ്ടാവാന്നറിയോ? നിങ്ങളുടെ ശത്രുക്കളുടെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഉൾഭയുണ്ട്, നിങ്ങളെ കുറിച്ചുണ്ടായിരുന്ന ഒരു ഉൾഭയുണ്ട്. പക്ഷെ നിങ്ങൾ അവരോട് കളിക്കാൻ പറ്റില്ല, അവരൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ ഉത്തമമായ സമുദായമാണ് എന്നൊക്കെ മനസ്സിലാക്കി വെച്ച ഒരു മഹാബത്തുണ്ട്. ആ മഹാബത്ത് അല്ലാഹു തആല എടുത്തു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്നു, വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ. മുഅ്മിനീങ്ങളായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് വഹൻ എന്ന് പറയുന്ന ഒരു ചാപല്യം കടന്നു വരുമെന്ന് ത്വാഹ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിക്കാണ്, നബിയെ വമൽ വഹൻ യാ റസൂലല്ലാഹ്, എന്താണ് ആ ചാപല്യം? തങ്ങൾ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിൽ ഇങ്ങനെ എന്തെന്നും ജീവിക്കണം എന്നുള്ള ദുനിയാവിനോടുള്ള ഹുബ്ബും, ഞാൻ ഒരിക്കലും മരിച്ചു പോകൂല എന്ന ഒരു മനസ്സും മുഅ്മിനീങ്ങൾക്കിടെ പിടിപെടുന്നു. ഇതല്ലേ പറഞ്ഞത്? ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കണം, ദുനിയാവ് ഉണ്ടാക്കണം, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയാണ് ഒരു മുഅ്മിനിന്റെ യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ അവന്റെ പെരുന്നാൾ ദിവസമാണ് അല്ലേ? ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ എന്നൊക്കെ മുഅദ്ദിൻ ഉസ്താദിനെ കുറിച്ച് ഞാൻ വിളിച്ച് പറയാൻ പോവാണ്. ഹജ്ജാണ്, ഹജ്ജിന്റെ ദിവസമാണ്, യൗമുൽ ഈദാണ്, പെരുന്നാളാണ്. ഒരു മുഅ്മിനിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സദസ്സാണ് ഒരാഴ്ചയിലെ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅയും ഖുത്ബയും എന്ന് പറയുന്നത്. അതിനിപ്പോ എത്ര ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കും. എത്ര ആളുകൾ നേരത്തെ എത്തിയിട്ടുണ്ട്? ഇല്ല. എന്റെ കാരണം അവരവരുടെ ഷോപ്പിലാണ്,
അവരുടെ ദുനിയാവിന്റെ കാര്യത്തിലാണ്. അല്ലെങ്കിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആദ്യം വരുന്ന ആൾക്ക് ഒരു ഒട്ടകം കിട്ടും. ആദ്യ സമയത്ത് വരുന്നവരുണ്ട് ഒട്ടകം എത്ര ആൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഓരോരുത്തർ വിലയിരുത്തുക. അവർ ഉസ്താദിന് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയണ്ട. ഉസ്താദ് ലാസ്റ്റാണ് വരേണ്ടത്. ചിലർ അങ്ങനെ ഉസ്താദ് കിട്ടിയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ സമാധാനിക്കണ്ട. ഉസ്താദ് അവസാനമാണ്. അങ്ങനെയാണ് അതിന്റെ ഉപക്കം. അപ്പോൾ ഒരു ഒട്ടകം കിട്ടുന്ന സമയം നമുക്ക് നഷ്ടപ്പെട്ടു. എന്നാ ഒരു പശു കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് എത്ര ആൾക്ക് കിട്ടി? നമ്മുടെ വീടൊക്കെ ചിലപ്പോ ഈ പള്ളിയോട് ചേർന്നിരിക്കുന്നുണ്ടാവും. അയാളായിരിക്കും അവസാനം ചിലപ്പോൾ വന്നിട്ടുണ്ട്. നോക്കിയാൽ മതി, ചേർന്നിട്ട് ഒരു അടിങ്ങൾ വെച്ചാൽ മതി പള്ളിയിലെത്താൻ. ദുനിയാവൊന്നും കയറി ആശ്രമം മറന്നുപോയി. അത് കഴിഞ്ഞാൽ ഒരു ആട് കിട്ടുന്ന സമയത്ത് അത് എത്ര ആൾക്ക്? കോഴി കിട്ടുന്ന സമയത്ത് ഒരു മുട്ട കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ. ആ മുട്ട പോലും ഇല്ല. പക്ഷെ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അല്ലേ, അടുത്ത ആഴ്ച ആദ്യം വരുന്ന ആൾക്ക് ഒരു ഒട്ടകത്തെ കിട്ടുന്ന പറഞ്ഞാൽ സൂപ്പ് കഴിഞ്ഞ ഒരൊറ്റ ഒന്ന് കിട്ടുന്ന എനിക്കൂല. എല്ലാവരും ഉണ്ടാവും. അങ്ങനെ നമുക്കൊരു ഒട്ടകത്തെ കിട്ടില്ല. പോത്തിന് കിട്ടുന്ന തല്ലായിരിക്കും അവിടെ. ആ പോത്തിന് വേണ്ടിയിട്ട് ആ ദുനിയാവിന്റെ പ്രബദ്ധതയിൽ നമ്മുടെ ആഖിറം മറന്നുപോയി. അതാണ് ഹബീബ് തങ്ങൾ പറഞ്ഞത്, ദുനിയാവിനോടുള്ള പ്രേമം വന്നു, ആഖിറത്തെ കുറിച്ച് നമ്മൾ മറന്നുപോയി. അങ്ങനെ വഹൻ എന്ന് പറയുന്ന ഒരു രോഗം നമ്മിലേക്ക് വന്നു പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ചുണ്ടായിരുന്ന ഒരു മഹാബത്ത്, നമ്മെക്കുറിച്ചുണ്ടായിരുന്ന ഒരു വലിയ ആദരണീയമായ ഒരു കാഴ്ചപ്പാട് മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് എടുത്തു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എല്ലായിടത്തും ലിബറൽ കാഴ്ചപ്പാടാണ്. എല്ലാവർക്കും ലിബറലിസം കയറിക്കൂടിയിരിക്കുകയാണ്. അല്ലേ, ഏതൊരു തിന്മ വന്നാലും, സമൂഹത്തെ ബാധിക്കുന്ന മൊത്തത്തിലുള്ള തിന്മ വന്നാലും വരെ ആ തിന്മക്കെതിരെ ആരും പ്രതികരിക്കില്ല എന്ന് മാത്രമല്ല, അതിനെ നോർമലൈസ് ചെയ്യാനും എല്ലാവരും പറയും, എന്താ അതൊക്കെ അങ്ങനെ നടന്നു എന്ന് വിചാരിച്ചെന്താ, ഇഷ്ടം പോലൊക്കെ അത് ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്ന ഒരു വിധത്തിലേക്ക്. ഇനി ഏതെങ്കിലും ഒരു ആലിം അതിനെതിരെ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പൊതുമണ്ഡലങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല എന്നെങ്ങാനും ഒരു ആലിം ശബ്ദിച്ചാൽ എന്തപ്പോ പറയുന്ന പ്രയോഗം എന്നറിയോ? മദ്രസ പൊട്ടൻ. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ആധുനികമായ സോഷ്യൽ മീഡിയയിൽ എഴുതി കൂട്ടുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. മദ്രസ പൊട്ടൻ എന്നാണ്. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവൻ. ഇതാണ് ഇന്നത്തെ പ്രയോഗങ്ങൾ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ വഹൻ എന്ന് പറയുന്ന രോഗം പിടിപെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇനിയും അപജയത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് തിരിച്ചു വരണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല, ആരെ മുന്നിലും നിങ്ങൾ തലകുലിക്കേണ്ടി വരില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ദീനിന്റെ വിഷയങ്ങളിൽ കാർക്കശ്യത്തോടുകൂടെ തന്നെ പെരുമാറണം. അതിലൊരിക്കലും നോർമലൈസ് ചെയ്യരുത്, അതൊരിക്കലും തന്നെ നിസ്സാരവൽക്കരിക്കരുത്, അതൊരു ജനറലൈസ് ചെയ്യരുത്, അതൊരിക്കലും തന്നെ ഒരു വിധത്തിലും ഒരു ഉദാര സമീപനത്തോടുകൂടെ സമീപിക്കരുത്. സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വേണം. കാരണം യൗമുൽ ഖിയാമയോട് അടുക്കുന്ന സമയത്ത് മുഅ്മിനായ ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ തീക്കനൽ അവന്റെ കൈവെള്ളയിൽ വെച്ചതുപോലെ ജീവിക്കേണ്ടി വരുമെന്ന് ത്വഹ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. അല്ലേ, അങ്ങനത്തെ ഒരു കാലല്ലേ ഇപ്പൊ വരുന്നത്. നമ്മളൊരു ദീനിയായി ഒരു ജീവിക്കണം എന്ന് വിചാരിച്ചാൽ ആളുകൾ കളിയാക്കും, കമന്റ് അടിക്കും. നീ വലിയൊരു മുസ്ലിയാര്, നീ ഒരു മുസ്ലിയാരെ കുടുംബം ഓടാവിടണം, ഇപ്പൊ കണ്ടില്ലേ, ജനങ്ങളൊക്കെ കണ്ടില്ലേ, അങ്ങനെയാണ് ജീവിക്കുന്നത്, അങ്ങനെയൊക്കെ വരും എന്ന് കുടുംബത്തിൽ നിന്നുള്ളവർ, ഭാര്യ, മക്കൾ വരെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാലമാണ് വരുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളാണോ, ആരെ മുന്നിലും നിങ്ങൾ തലകുലിക്കേണ്ടി വരില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കണം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു പെരുമാറാവട്ടെ. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും തിരുത്തി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി 2ാം ഡിവിഷനിൽ